ഇനി ഇവിടെ താമസിക്കാൻ കൊണ്ടുവന്ന വണ്ണാന്മാരുടെ വണ്ണം, അവരുടെ വണ്ണത്താന്മാരുടെ കാട് എന്ന അർത്ഥത്തിലും വരാം. എന്തോ ആവട്ടെ, മണ്ണാർക്കാട് എന്ന് പറയുന്നത് തമിഴകത്തിന്റെയും ചേരരാജ്യത്തിന്റെയും പാണ്ഡ്യരാജ്യത്തിന്റെയും സംഗമസ്ഥാനമാണ്. ഇവിടെ വിവിധ സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന ഇടമാണ്. നമ്മുടെ മലയാള ഭാഷ പോലെ മലയാള ഭാഷയുടെ പ്രത്യേകത, പാലക്കാട് വഴി വന്ന ആര്യന്മാർ, അവരെ ഭട്ടതിരിമാരെന്നും പട്ടന്മാരെന്നും പറയും. അവരും ഇവിടെ താമസിച്ചിരുന്ന പഴയ ദ്രാവിഡന്മാർ, ദ്രവിഡന്മാർ, തമിഴന്മാർ അങ്ങനെയാണ് തമിഴന്മാരുണ്ടായിരുന്നെന്നാണ് കേരളവാണി പറയുന്നത്. അവരും ഒത്തുചേർന്നിട്ട് സംസ്കൃതമാകുന്ന മണിയും കേരള ഭാഷയാകുന്ന പവിഴവും ഒത്തുചേർന്നിട്ടുള്ളൊരു മണിപ്രവാള ഭാഷ ഉണ്ടാവുകയും ആ മണിപ്രവാള ഭാഷ പിന്നീട് പരിഷ്കരിച്ച് മലയുടെയും അളത്തിന്റെയും മധ്യത്തിലുള്ള നാട്ടിൽ, അളമെന്ന് പറഞ്ഞാൽ കടലാണ്, കടലും ഈ പശ്ചിമഘട്ടമെന്ന മലയുടെയും മധ്യത്തിലുള്ള നാട്, ഈ നാട് അറിയപ്പെടുന്നത് മലയാള നാട് എന്നാണ്. ഈ മലയാള നാട്ടിൽ മലയാഴ്മ എന്നൊരു ഭാഷ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ഇന്ന് മലയാഴ്മ എന്ന ഭാഷ എവിടെയും കേൾക്കുന്നില്ല. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം മലയാഴ്മയുടെ വ്യാകരണം എന്നാണ്. മലയാഴ്മ പുതിയ തലമുറയാകെ കേൾക്കുന്നത് മാമാങ്കത്തെക്കുറിച്ച് യേശുദാസ് പാടിയ അതിമനോഹരമായൊരു പാട്ടുണ്ടല്ലോ. സാമൂരിക്കോലോത്തെ മേൽ കോയ്മയും മങ്ങാത്ത മായാത്ത മലയാഴ്മയും. അവിടെ മാത്രമാണ് മലയാഴ്മ എന്ന് പുതിയ തലമുറ കേൾക്കുന്നത്. ആ മലയാഴ്മ പിന്നീട് ഈ നാടിന് കേരളം എന്ന നാട് കേരളമായപ്പോ മലയാളം എന്ന നാടിന്റെ പേര് ഭാഷയ്ക്ക് ലഭിക്കുകയും മലയാളം എന്ന പദം അപ്രസക്തമാവുകയും ചെയ്യും. അങ്ങനെ കേരളത്തിൽ മലയാളം എന്ന ഭാഷയുണ്ടായ ചരിത്രത്തിൽ ഈ പ്രദേശം പാലക്കാടും മണ്ണാർക്കാടും ഒക്കെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പദത്തെ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, ഈ കേളി എന്ന വാക്ക് പല അർത്ഥമാനങ്ങളുള്ളൊരു വാക്കാണ്. കേളി എന്ന് പറയുന്നത് കേൾവിയും ചേർന്നതാണ്. കേൾവിയും കളിയും ചേർന്നതാണ്. മലയാളം രണ്ടു പ്രകാരം കേളി എന്ന് പറഞ്ഞാൽ കളിയാണ്, കേളികളാടി എന്ന് പറയാം. എന്നാൽ കേളി തുടങ്ങി എന്ന് പറഞ്ഞാൽ തുടക്കമാണ്. കഥകളിയിൽ നിന്നാണ് ആ പദം വന്നത്. കഥകളിയിൽ പ്രളയാന്തം എന്ന മട്ടിൽ മൃദംഗത്തിൽ താളമുയരുമ്പോ കളിയുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുവാനുള്ള ആദ്യത്തെ ചടങ്ങാണ് കേളി. അപ്പൊ കേളി എന്ന് പറയുന്നത് തുടക്കവുമാണ്, കേളി എന്ന് പറയുന്നത് പ്രശസ്തിയാണ്, കേളി എന്ന് പറയുന്നത് കളിയാണ്. അതിന്റെ 9ാം വാർഷികമാണ്. 9 എന്താണെന്ന് മലയാളികൾ എന്തായാലും അറിഞ്ഞിരിക്കണം. 9ന്റെ പ്രത്യേകത അറിയാം. 9 എന്ന് പറയുന്നത് 9 9 എന്ന വാക്ക് യഥാർത്ഥത്തിൽ 9 10നോട് തൊട്ടു നിൽക്കുന്നത് തൊട്ട് 10, അതാ 9. 100നോട് തൊട്ടു നിൽക്കുന്നത് തൊട്ട് 100, 90. 1000തോട് തൊട്ടു നിൽക്കുന്നത് തൊട്ട് 1000, 900. അപ്പൊ 900, 90, 90. മനസ്സിലായോ? ആ നമ്പറിന്റെ പ്രത്യേകത അത് പിന്നെ നമ്മൾ പറഞ്ഞു 9 മാറിയത്. 9 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം ഇവിടെ പ്രായഭേദമില്ലാതെ എല്ലാ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഉള്ളവർ ഒത്തുചേരുകയാണ്. ജനങ്ങൾക്ക് ഒത്തുചേരാൻ ഇടങ്ങൾ ഉണ്ടായിരുന്നു. പണ്ട് മൈതാനങ്ങൾ ഉണ്ടായിരുന്നു, തെരുവോരങ്ങൾ ഉണ്ടായിരുന്നു. തെരുവുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പണ്ടത്തെ കാലത്ത് കച്ചവട സ്ഥാപനം മാത്രമായിരുന്നില്ല. തെരുവുകൾ എന്ന് പറയുന്നത് ആളുകൾ രാഷ്ട്രീയമായും സാംസ്കാരികമായും സംഘടിക്കുകയും ആ സംഘടിച്ചിട്ട് അവിടെ നിന്ന് ആശയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന ഇടമായിരുന്നു തെരുവുകൾ. എന്നാൽ ഇന്ന് തെരുവുകൾ വെറും കച്ചവട കേന്ദ്രമായി മാറി. എന്റെ നാട്ടിലൊക്കെയുള്ള തെരുവുകളിൽ ഷട്ടർ വരുന്നതിന് മുമ്പ് നിരപ്പലകയായി മരം കൊണ്ട് മേലോട്ട് താഴോട്ടാക്കി കുടുക്കിയിരുന്ന നിരപ്പലക. ഈ നിരപ്പലക ഊരിയെടുത്തിട്ട് ഇടതുവശത്തും വലതുവശത്തും വരാന്തയിൽ അട്ടിയിടും. അപ്പൊ വരുന്നവർക്കെല്ലാം അവിടെ ഇരിക്കാം.
അപ്പൊ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ലോകകാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യും, പത്രത്തിലെ വാർത്തകളെ പറ്റി ചർച്ച ചെയ്യും. അങ്ങനെ ആ ചർച്ചയിൽ നിന്നും ഉയർന്നു വന്ന ഒരുപാട് മലയാള ഭാഷാ പദങ്ങളുണ്ട്. ആ പദങ്ങളെ നിരപ്പല വാക്കുകൾ എന്നാണ് പറയുക. ഞാൻ നിങ്ങൾക്കൊരു നിരപ്പല വാക്ക് പരിചയപ്പെടുത്താം. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് യമണ്ടൻ തമാശ. ഒരു യമണ്ടൻ തമാശ. യമണ്ടൻ എന്ന വാക്ക് ഏത് ഭാഷയാണ്? ഞാൻ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി. എന്റെ നാട്ടിലൊക്കെ യമണ്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമെന്നാണ്. വലിയ പാമ്പിനെ കണ്ടാൽ യമണ്ടൻ പാമ്പ് എന്ന് പറയും. നല്ല വീര്യമുള്ള മദ്യം കുടിച്ചാൽ യമണ്ടൻ സാധന കുടിച്ചെന്ന് പറയും. ഈ യമണ്ടൻ എന്ന വാക്ക് മലയാള ഡിക്ഷണറിയിൽ എവിടെയുമില്ല. പിന്നെ എങ്ങനെ ഇത് വന്നു? രണ്ടാം ലോക മഹായുദ്ധത്തിൽ പത്രവാർത്തകൾ ചർച്ച ചെയ്യുന്ന തിരുവോരങ്ങളിൽ ആളുകൾ ചർച്ച ചെയ്ത ഒരു കപ്പലിന്റെ പേരാണ് യമണ്ടൻ കപ്പൽ. ഒരു മുങ്ങിക്കപ്പലാണ് ജപ്പാന്റെ. ഈ മുങ്ങിക്കപ്പലിന്റെ മോന്തായം ഊർത്ത ശൂലം പോലുള്ള ഉരുക്കാൻ. ഇത് സഖ്യകക്ഷികളുടെ കപ്പലിന്റെ അടിയിൽ പോയിട്ട് ഒറ്റ പൊങ്ങല് പൊങ്ങുമ്പോ ഇത് കുത്തി തുളച്ചിട്ട് ദ്വാരം ഉണ്ടാക്കിയിട്ട് വെള്ളം കയറ്റി മുക്കിക്കളയും. അതുകൊണ്ട് ബ്രിട്ടന്റെ സഖ്യശക്തി അലയൻസിന് ആ രാജ്യങ്ങൾക്ക് ജപ്പാന്റെ ഈ കപ്പലിനെ ഭയങ്കര പേടിയായി. യമണ്ടൻ കപ്പൽ, അത് പേടിയായി. അങ്ങനെയാണ് യമണ്ടൻ എന്ന വാക്ക് വന്നത്. അപ്പൊ ജപ്പാനീസ് ഭാഷയാണോ യമണ്ടൻ? ഞാൻ ജപ്പാനീസ് ഭാഷയുടെ നിഘണ്ടു എടുത്തു നോക്കി. ആ ഭാഷയിൽ അങ്ങനെ ഒരു യമണ്ടൻ എന്നൊരു വാക്കേ ഇല്ല. മലയാളത്തിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല. എങ്ങനെ ഈ യമണ്ടൻ വന്നു? അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ കപ്പലിന്റെ ഒറിജിനൽ നെയിം ഞാൻ അന്വേഷിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് എം ടെൻ എന്നായിരുന്നു കപ്പലിന്റെ പേര്. ആ എം ടെൻ ആണ് നമ്മൾ മലയാളികൾ യമണ്ടനാക്കിയത്. മനസ്സിലായി? ഇത് നിരപ്പല സാഹിത്യമാണ്. ഇത്തരത്തിൽ തെരുവുകൾ ഒത്തുചേർന്നിട്ട് ഭാഷ ഉത്പാദിപ്പിക്കാൻ പോലും കഴിവുള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. മൈതാനങ്ങളും തെരുവുകളും ഉത്സവപ്പറമ്പുകളും ആളുകൾക്ക് അതിഭീകരമായ ശബ്ദകോലാഹലങ്ങൾ വെച്ച് അതിന്റെ ശബ്ദത്തിൽ തുള്ളുക മാത്രം ചെയ്യുന്ന ഇടങ്ങളായിരുന്നില്ല. മനുഷ്യരും ഒത്തുകൂടാനും കയ്യും മെയ്യും മനസ്സും ഒത്തുചേരാനുമുള്ള ഇടങ്ങളായിരുന്നു. ആ ഇടങ്ങളെല്ലാം ഇപ്പോൾ